ഷോ ആകെ ബോറടിച്ച് മടുത്തല്ലേ ദൈവമേ. ഇനിയിപ്പോൾ 2 മാസത്തേക്ക് ക്ലാസ്സും ഇല്ല. വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് മടുത്ത്. റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ അമ്മ വിടുവില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒന്നും കളിക്കാൻ പിള്ളേരും ഇല്ല. ദേഷ്യം വന്നുണ്ട്. മൊബൈൽ നോക്കി 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 പണ്ടാരടങ്ങി. ഒരു കാര്യം ചെയ്താലോ, യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങിയാലാ? ഒരു ചാനൽ അങ്ങ് സെറ്റ് ചെയ്യാം. അതാകുമ്പോൾ ദിവസം വീഡിയോസ് എഡിറ്റ് ചെയ്യണതിന് സമയം പോയിക്കോളും, എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടും. നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലാ? അതായത് യൂട്യൂബ് ചാനൽ ക്രിയേഷൻ മലയാളം. ഓക്കെ, ഇത്ര സിമ്പിളായിരുന്നു. ഓക്കെ, എന്ത് പേരിടും? ഭക്ഷണം ഉണ്ടാക്കണം, നമുക്ക് വീഡിയോ എടുത്തിട്ടാലോ? അത് നടക്കൂല, തള്ള ഓട്ടിക്കും. ഇനി പിന്നെ ചെയ്യും? നമുക്ക് ട്രാവൽ ബ്ലോഗ്. എവിടെ ട്രാവൽ ചെയ്യാനാണ്? അത് നടക്കൂല. ഓക്കെ, ഒരു ബ്യൂട്ടി ടിപ്പ്. എന്ത് ബ്യൂട്ടി ടിപ്പ്? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, എവരിത്തിങ് എല്ലാം വിട്ടിട്ട് ഒരു ചാനൽ തുടങ്ങാം. ഡിസ്ക്രിപ്ഷൻ. ഹലോ ഗൈസ്, എല്ലാം ഉൾപ്പെടുന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യൂട്യൂബ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മൈക്ക് വേണം. ഓൺ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രീൻ സ്ക്രീൻ വേണം. പക്ഷേ അതിനൊക്കെ പൈസ. അമ്മയുടെ സാരി ഇരിക്കുന്നുണ്ടല്ലോ, അത് ചെയ്താൽ നമ്മൾ തരൂല. ഇപ്പം എന്നെ ചെയ്യും? അമ്മേനെ പോയി സൂപ്പിട്ട് നോക്കാം. അമ്മേ, എന്നാടി അലക്കാണ്. അല്ല, ഇവിടെ വെറുതെ വേണ്ട വേണ്ട, അവിടെ ഇരുന്നു നീ. അമ്മേ, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്നേ മടുത്തു. ഓ, നന്നായി. അപ്പൊ എനിക്കൊരു ഐഡിയ. എന്താ ഐഡിയ? എന്താന്ന് വെച്ചാലേ, ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയ അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാസം ഞാനൊരു ചെറിയ സാലറി അങ്ങ് തരും. നീ അതിന് വേണ്ടി അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്യണം. മിക്കവാറും നീ ഇപ്പൊ ഇത് എത്രാമത്തെയാന്ന് ഓർത്ത് ഇതൊക്കെ തുടങ്ങണേ? പെയിന്റിങ്, തയ്യല്. സന്തോഷമില്ലാത്ത ഞാൻ ചാനൽ തുടങ്ങുന്നു. മോളുടെ പേരിൽ സ്വന്തമായിട്ട് ചാനൽ വരേണ്ടെന്ന് അഭിമാനിക്കും അമ്മയ്ക്ക്. എന്റെ കയ്യിൽ പൈസ പോണ എന്തെങ്കിലും ഏർപ്പാടായിട്ട് ഇപ്പൊ തൽക്കാലം അമ്മ എനിക്കൊരു 1000 രൂപ തരണം. 1000 രൂപ? എന്തിനാണ് 1000 രൂപ? ഒരു ചെറിയ മൈക്ക് മേടിക്കണം. മൈക്ക് ഇതേ അപ്പുറം വീട്ടിലെ കൊച്ചു നന്നായിട്ട് പാടണം, അവന്റെ ഒരു മൈക്ക് മേടിച്ച് ഞാൻ തരാം. പാടാനുള്ള മൈക്കല്ല, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ കുത്താനുള്ള. അത് പിന്നെ ഒരു ഗ്രീൻ സ്ക്രീൻ മേടിക്കണം. ഞാനിപ്പോ വീഡിയോ എടുക്കുമ്പോ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അല്ലേ, ഈ ഇങ്ങനെ ചെളി പിടിച്ച ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാൻ വേണ്ടി ഒരു ഗ്രീൻ സ്ക്രീൻ മേടിക്കണം. അതിന് വേണ്ടി കുറച്ച് പൈസ അത് ഞാൻ ഈ ഓൺലൈനിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ അതില് വിലക്കുറവാണ്. അപ്പൊ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അവര് വീട്ടിൽ കൊണ്ട് തരുവേ. തരാവോ? ഇല്ല ഇല്ല, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കൂടി വേണം. അതിപ്പോ തൽക്കാലം മോള് കോലെ കുത്തി വെച്ച് ചെയ്യാൻ പറ്റുമോ? അയ്യടാ, തരാൻ പറ്റുമോ അമ്മയ്ക്ക്? ഇല്ല, എന്റെ മാസം ഞാൻ ഇതൊക്കെ എങ്ങനെയും ഒപ്പിച്ച് കഴിഞ്ഞിട്ട് മാസം പൈസ കിട്ടുമ്പോ മോനെ എനിക്കൊരു സാരി മേടിച്ചു, കമ്മല് മേടിച്ചു. ഞാൻ ചോദിക്കാനൊന്നും വന്നില്ല. തരാൻ പറ്റെങ്കിൽ എന്റെ പൊന്നു മോളെ, എന്റെ പൈസ. അമ്മയുടെ മോള് ബ്ലോഗ് മെറിഞ്ഞ യൂട്യൂബർ അവൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം മതി. നടക്കണ വല്ല കാര്യം പറ, ഞാൻ തരില്ല. ഇല്ല, പോയിക്കോ. ഇനി അമ്മയുടെ 1 രൂപ എനിക്ക് വേണ്ട. അച്ഛൻ്റെ അടുത്ത് അമ്മ തന്നെ ഇരുന്ന് അവിടെ നലക്കിക്കോട്ടെ. ശരി. അച്ഛൻ ചാവടിക്കായിരുന്ന അച്ഛൻ ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. നല്ലൊരു തീരുമാനം മോനെ, എനിക്ക് നന്നാവണം നല്ലതാ. അതിനു വേണ്ടി കുറച്ച് പൈസയുടെ സഹായം ചെയ്യണം. എത്ര രൂപയുടെ സഹായം? നീ നന്നാവാൻ വേണ്ടി എത്ര നന്നാവാനും കൂടി അച്ഛൻ. അതെനിക്കറിയാലോ. ഞാൻ പറയട്ടെ, എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കൊള്ളാന്നുണ്ട്. നല്ല കാര്യം, ഇഷ്ടം പോലെ ആൾക്കാർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട്. കുറച്ച് മുടക്കേണ്ട വരും പൈസ. 1000 രൂപ. 1000 രൂപ മതി. 1000 രൂപ തന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയാണ്. ഈ 1000 രൂപ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛന് ഞാൻ മാസം ഉണ്ടല്ലോ ഒരു 10000 രൂപ വീതം അങ്ങോട്ട് കഴിഞ്ഞ വെച്ചിട്ട് ഭയങ്കര സന്തോഷമല്ല. 1000 രൂപ വരും, ഒരു മാസം കഴിയുമ്പോൾ 10000 രൂപ ഞാൻ അച്ഛന് തരാൻ പോണേ. അച്ഛനും തരില്ലല്ലേ? തരാം, ഇനി അതോർത്ത് വിഷമിക്കണ്ട. തരാമാ? തരാടി, ട്രാൻസ്ഫർ ചെയ്തേക്കാം.
നീ ആരാ മോളെ എനിക്ക് ട്രാൻസ്ഫർ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് മേടിച്ചോളാം. ആയിക്കോട്ടെ, ഞാൻ ട്രാൻസ്ഫർ ചെയ്തേ. ശരി ചേട്ടാ, താങ്ക് യു. ഓക്കെ, അച്ഛൻ അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്തല്ല 300 അക്കൗണ്ടിലുണ്ട്. ഓക്കെ, ഒരു ട്രൈപോഡും വയർലെസ് മൈക്കും പിന്നെ ഒരു ഗ്രീൻ സ്ക്രീനും കൂടി ചെയ്യാം. ഓക്കെ, ഇത് മതി. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിക്കണം. അതിന് വേണ്ടി ഒരു ഇൻട്രോ വീഡിയോ എടുത്താലോ? ഇൻട്രോ വീഡിയോ എടുത്തിട്ട് എല്ലാവരും വെൽക്കം ചെയ്ത് എല്ലാവർക്കും ആ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഏകദേശം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആവുമല്ലോ. ഓക്കെ, ഫസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ അങ്ങ് എടുക്കാം. അത് എന്നിട്ട് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ നല്ല ക്ലാരിറ്റി അപ്ലോഡ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എൻ്റെ ചാനലിൽ കുക്കിങ്ങും എൻ്റർടൈൻമെൻറ്റും അങ്ങനെ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ തെറ്റിപ്പോയില്ല, ഒന്നോടെ എടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് പുതിയതായിട്ട് ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റും കുക്കിങ്ങും സാധനം എല്ലാ പൈസ തെറ്റിപ്പോകണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനൽ എന്ന് കഷ്ടപ്പെടും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടാം. ശരിയാവും. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണോ ചെയ്യാൻ പറ്റും. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചാനൽ വരുന്നത്. നിങ്ങൾ എല്ലാവരുടെ വീഡിയോസ് എല്ലാം ദിവസം കാണാം. ഞാൻ വീഡിയോസ് എന്തായിരിക്കും എൻ്റെ ടൈമിൽ കുക്കിംഗ് ട്രാവൽ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഈ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വീണ്ടും മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ. ഇതെന്തായാലും അപ്ലോഡ് ചെയ്യാം. ഇനി കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. എടി, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഫസ്റ്റത്തെ ലിങ്ക് ഞാൻ നിനക്ക് കണ്ട് അയച്ചേക്കണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവേ എന്ന് എൻ്റെ വീഡിയോസിൽ ഞാൻ ഇടും, നീ ഒന്ന് കാണോട്ടെ. ഇതായിട്ട് എൻ്റെ ചാനലിൻ്റെ ലിങ്ക്. അപ്പോൾ നീ ഒന്ന് കണ്ട് വീട്ടിലെല്ലാവരുടെ ഫോണിൽ നിന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണോട്ടോ ഇവേ. ഓക്കെ, മെസ്സേജ് അയക്കാം. എടാ, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എടി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരേട്ടാ, എൻ്റെ ചാനലാണ്. എടി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എടി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എടാ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ പുതിയ ചാനൽ തുടങ്ങിയതാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ. സ്റ്റാറ്റസ് ഇട്ടേക്കാം ചാനൽ ലിങ്ക്. ഓക്കെ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം. അങ്ങനെ ചാനൽ തുടങ്ങി. എൻ്റെ ചാനലിന് ഒരു അടിപൊളി പേരുണ്ടായിരുന്നു. എൻ്റെ ഈ പേരിട്ട് വലിയ രസമില്ല. ഇനിയിപ്പോൾ കണ്ടുപിടിക്കാനേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് ആവട്ടെ. ഓക്കെ, ഇനി കുറച്ച് റെസ്റ്റ്. അയ്യോ, 5 സബ്സ്ക്രൈബർ ആയില്ല. ഓ, താങ്ക് യു സോ മച്ച്. 5 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. സബ്സ്ക്രൈബർ 30 സബ്സ്ക്രൈബേഴ്സ്. ഓ, സന്തോഷമായി എൻ്റെ ദൈവം. ഇപ്പോൾ 30 സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ടായെങ്കിൽ 2 ദിവസം കൊണ്ട് 60. എൻ്റെ ദൈവം കൊല്ലും. എന്തായാലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയത് എന്തൊരു മെച്ചാണല്ലേ. പക്ഷെ ഇത്ര സപ്പോർട്ട് എനിക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും വേണ്ടില്ല. സബ്സ്ക്രൈബർ നോക്കട്ടെ. നെറ്റ് ഓൺ ആവും ഫോണെ. 25 സബ്സ്ക്രൈബേഴ്സാ. അപ്പൊ ആദ്യം 30 ഉണ്ടായിരുന്നല്ലോ. 5 പേരാണ് സബ്സ്ക്രൈബ് ചെയ്ത് പോയി. എന്ത് സാധനമാണല്ലേ. പക്ഷെ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിർത്തി എന്തായിരുന്നു കുഴപ്പം? ആ ഫോണിന്റെ സൈഡിൽ ഞാൻ കിടന്നോളൂലായിരുന്നു. കഷ്ടമുണ്ട്. ഇതിപ്പോ മനസ്സ് മടുത്തില്ല. സാരില്ല, നാളെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളും. സാരമില്ല, മനസ്സ് മരിച്ചു പോയില്ല ദൈവമേ. സാരില്ല, നാളെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഉയരും.